നമ്മുടെ സ്കിൻ കുറച്ചുകൂടെ സോഫ്റ്റ് ആകാനും അതുപോലെ ക്ലിയർ ആകാനും ഗ്ലോയിങ് ആകാനും അതുപോലെ പിമ്പിൾസും ആക്നെയും ഒക്കെ കുറയ്ക്കാനും ഈ ഒരു മാസ്ക് സഹായിക്കുന്നുണ്ട്. ആക്നെയും മുഖക്കുരു ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനും ഇനി അതൊക്കെ വന്നതിൻ്റെ പാടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും സഹായിക്കുന്ന ഒരു ഫേസ് മാസ്ക് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. തുളസിയും തൈരുമാണ് ഇതിന് പ്രധാനമായിട്ട് വേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഫേസ് മാസ്ക് തയ്യാറാക്കുക എന്ന് നോക്കാം. ആക്നെ ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഈ ഒരു മാസ്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: തുളസി, കട്ടിയുള്ള തൈര് 1 സ്പൂൺ, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയാണ്. ഇനി നമുക്കിത് തയ്യാറാക്കി തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിരിക്കുന്ന തുളസി ഇലകൾ ഇട്ട് കൊടുക്കുക. തുളസി ഇലകൾ നമ്മുടെ സ്കിന്നിനെ ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ ആക്നെ ചികിത്സിക്കാനും അതുപോലെ നമ്മുടെ ചർമ്മം പെട്ടെന്ന് പ്രായമാകുന്നത് തടയാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. നമ്മുടെ സ്കിൻ ടോൺ കുറച്ചുകൂടെ ലൈറ്റ് ടേൺ ചെയ്യാനായിട്ടും തുളസിക്കാകും. അപ്പോൾ തുളസി ഇതിലേക്ക് ഇട്ടു. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തൈരാണ്. നല്ല കട്ടിയുള്ള തൈര് 1 സ്പൂൺ ചേർത്തോളുക. നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒന്നാണ് ഈ തൈര്. ആക്നെ പ്രിവെന്റ് ചെയ്യാനും അതുപോലെ ടാനിങ്ങിന്റെ ഇഷ്യൂസ് ഒക്കെ ഒന്ന് കുറയ്ക്കാനും ഡാർക്ക് സർക്കിൾസ് ഉണ്ടെങ്കിൽ അതൊന്ന് ലൈറ്റ് ടേൺ ചെയ്യാനും നമ്മുടെ ചർമ്മത്തിലെ പോൾസ് ഒക്കെ ഒന്ന് ടൈറ്റേൺ ചെയ്യാനൊക്കെ ആയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. മാത്രമല്ല ചർമ്മത്തിലെ വരകളും ചുളിവുകളും ഒക്കെ കുറയ്ക്കാനൊക്കെ ആയിട്ടും തൈര് സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും ഗുണങ്ങളുണ്ട് ഈ തൈരിന്. ഇത് രണ്ടും കൂടെ നന്നായിട്ട് അരച്ച് നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കുക. അപ്പൊ നമുക്ക് ഇവിടെ നന്നായിട്ട് അരച്ച് നല്ലൊരു പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 സ്പൂൺ തൊട്ട് 1/2 സ്പൂൺ വരെ, ചെറിയ സ്പൂൺ ആണെങ്കിൽ 1/2 സ്പൂൺ മഞ്ഞൾ ചേർക്കാം, വലിയ സ്പൂൺ ആണെങ്കിൽ 1/4 സ്പൂൺ ചേർക്കുക. മഞ്ഞൾ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, മഞ്ഞൾ പണ്ട് കാലം മുതൽക്കൊക്കെ നമ്മുടെ ചർമ്മ സംരക്ഷണത്തിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇത് നമ്മുടെ സ്കിൻ കുറച്ചുകൂടെ ഗ്ലോയിങ് ആക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും ആക്നെയോ അതിന്റെ പാടുകളോ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കും. മറ്റെന്തെങ്കിലും സ്കിൻ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാനൊക്കെ ആയിട്ടും മഞ്ഞൾ നല്ലതാണ്. നമ്മുടെ മാസ്ക് തയ്യാറായിട്ടുണ്ട്. ഇത് ആക്നെയൊക്കെ ഉള്ളിടത്ത് മാത്രം വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുഖം മുഴുവനായിട്ടും അപ്ലൈ ചെയ്യാം, യാതൊരു പ്രശ്നവും ഇല്ല. നമ്മുടെ സ്കിന്നിൽ ഇത്തരത്തിലുള്ള ആക്നെയും പിമ്പിൾസും ഒക്കെ വരാതിരിക്കാനായിട്ട് അത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് എവിടെയൊക്കെയാണോ ഡാർക്ക് സ്പോട്ട്സും അതുപോലെ ആക്നെയും ഒക്കെ ഉള്ളത് അവിടെ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് കഴുകി മാറ്റാവുന്നതാണ്. നമ്മുടെ സ്കിൻ കുറച്ചുകൂടെ സോഫ്റ്റ് ആകാനും അതുപോലെ ക്ലിയർ ആകാനും ഗ്ലോയിങ് ആകാനും അതുപോലെ പിമ്പിൾസും ആക്നെയും ഒക്കെ കുറയ്ക്കാനും ഈ ഒരു മാസ്ക് സഹായിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. തുളസിയും തൈരും ഒക്കെ നമ്മുടെ ചർമ്മത്തിന് പ്രത്യേകിച്ച് ടാനിങ് ഒക്കെ മാറാനും അതുപോലെ തന്നെ പാടുകളൊക്കെ കുറയ്ക്കാനും ഒരുപാട് സഹായിക്കുന്നുണ്ട്. ആൻറ്റി ഏജിങ് ബെനിഫിറ്റ്സും ഉണ്ട്. അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.